ആരാ വന്നിക്കണത്? പപ്പ വന്നിക്കണില്ലേ? എന്താണ് ഓനിപ്പോ ഒരാളൊപ്പം നിൽക്കുമ്പോണ് കുളി കുടിച്ചാൻ അത് പറഞ്ഞെടുക്ക്. പക്ഷെ ഞാൻ വിളിച്ചെന്താണ് പറയ അത് പറയും കണ്ടോ മൊബൈലുമൊക്കെ വന്നാ നാലോണം കിട്ടും എനിക്ക് കേട്ടോ. എന്ത് ആരെ എനിക്ക് ജീവിച്ചണ്ട ജീവിതം അടുത്തോ അതെന്തിന് ഞങ്ങൾ സദ്യ കഴിക്കാൻ വേണ്ടിട്ട് പോവുകയാണ്. നമുക്ക് വേണോ കിട്ടണാണ് ഓക്കറിയ ഇങ്ങളോളെ വാപ്പയാണ്. ആ വാപ്പാനോള് മാവേലി കാണുള്ളൂ കൊഞ്ചിച്ചാൻ നേരം വേണ്ട. ഫുൾ ടൈം എന്നെ കൊഞ്ചിച്ച് കുത്തിർക്കല്ലേ. ഫുൾ ടൈം ഇവളെ കൊഞ്ചിച്ച് കുത്തിർക്ക. പിന്നെ എങ്ങനെ എനിക്ക് കുട്ടിയെ കൊഞ്ചിച്ചാൻ നേരം? ഇതെന്താണ് കേള് ഇതിലോ ഹെയർ ടെമ്പററി അല്ലേ? ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് ടിഷ ബേബിയുടെ അണ്ടർ ഫേസ് മുഖത്തിന്റെ അടിയതാട്ടോ. മൂന്നണിച്ചെടുത്താ അപ്പൊ ഗൈസ് കുഞ്ഞോളെ കണ്ട മാറ്റിയിരിക്കാണ്ട് ഏതാ ലുക്കൊക്കെ ഗൈസ്. ഛർദിക്കരുത് കേട്ടോ. അപ്പൊ ഗൈസ് ഇന്ന് നമ്മൾ എന്താ വെച്ചാൽ ഇന്ന് നമ്മളെ പരിപാടി എന്താ വെച്ചാൽ ഇന്നൊരു ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. അപ്പൊ നമ്മുടെ ചാനലിൽ വെറൈറ്റി ഇന്റർവ്യൂ കേട്ടോ. ഈ ചാനലിലല്ല നമ്മളെ വേറൊരു ചാനലില്. അപ്പൊ അതിൽ നമ്മൾ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുന്നുണ്ട്. അതിനിങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്. ഒരുപാട് എത്തി എന്ന് പറഞ്ഞ് വിളിച്ചിനി തറവാടിൻ്റെ അതിലെ അതെ ആ വണ്ടിയാണ് കേട്ടോ. ഒരു ആയിക്കൂടെ തന്നെ അവിടെ എത്തിക്കുന്നുണ്ട് ഗൈസ്. കറക്റ്റ് ചെരുപ്പ് കയറ്റിക്കുന്നു ഗൈസ്. ചെരുപ്പ് കേടെടുത്തി ഗൈസ്. എന്താണ് നമ്മുടെ ചാനലിന്റെ പേരെന്താ? ലൈഫ് നെറ്റ് TV. അപ്പൊ അതിലാണ് നമ്മളെ ഇന്റർവ്യൂ ഉണ്ടാവുക കേട്ടോ. അപ്പൊ ഇവര് 11:15 പറഞ്ഞിട്ട് ഇപ്പൊ 12:15. അതായത് ഈ ചാനലിന്റെ പ്രത്യേകത വെച്ചാൽ തീരെ ഒരു പങ്ക്ച്വാലിറ്റി ഇല്ലാത്ത ടൈപ്പ് ചാനലാണ് അല്ലേ? ഇതെന്താണ് കേള് ഇതിലോ ഹെയർ ടെമ്പററി അല്ലേ? വാഷ് ചെയ്താ പോകുന്ന എന്നാ ക്യാമറ ലൈറ്റ് ഒക്കെ സെറ്റ് ആയിക്കോളി. വെളിച്ചൊക്കെ ഉണ്ടായിക്കോട്ടെ. അങ്ങനെ ഗൈസ് ഇന്റർവ്യൂ ആണ് കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇവരൊക്കെ പോവാണ്. അപ്പൊ ഇനി 2 ദിവസത്തിന്റെ ഉള്ളിൽ ഉണ്ടാവില്ലേ നമ്മളെ ഇന്റർവ്യൂ ലൈഫ് നെറ്റ് TV കേട്ടോ. അങ്ങനെ ഒരാൾ പോയില്ലേടി. അവതാരിക്ക് നല്ല രസല്ലേ? ഫുഡ് ഉണ്ടാക്കാൻ നേരം വേണ്ട പോലെ രാവിലെ തന്നെ വന്നിട്ടല്ലേ? അറിയില്ല അതല്ലേ എന്താ അവതാരിക്ക് നല്ല രസല്ലേ? അന്ന പിപ്പി എനിക്കിഷ്ടായി. അസൂയേ കുശുംബ എന്ന് ഗൈസ് ഞാൻ തോളത്തിങ്ങനെ കൈയ്യേക്കാൻ വേണ്ടിയിട്ടാക്കിയിരുന്നു. അപ്പോൾ ഗൈസ് അങ്ങനെ ഞങ്ങൾ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കണം. അപ്പോൾ ഇബ്രും അബ്രും ഇന്റർവ്യൂവിൽ പങ്കെടുത്തിട്ടില്ല. ഒരു സ്കൂളിൽ പോയേക്കാണ് അല്ലേ? അപ്പം ഇനി ഞാനും കുഞ്ഞോളും ടീച്ചർ മാത്രമേ ഇന്റർവ്യൂ 10 കോമഡിയാണ്. പക്ഷേ പെട്ടെന്ന് കഴിഞ്ഞ മാതിരി ഉണ്ട്. കാരണം ഒന്നാമത് എനിക്കധികം പെർഫോമൻസ് ചെയ്യാനുള്ളൊരു മൂഡും ഇല്ലേ അല്ലേ? ഒരു എനർജി ഇല്ല. എന്തായാലും ഒക്കെ ഉഷാറാണ് അല്ലേ? സബ്സ്ക്രൈബ് ചെയ്തോ.
നമ്മളെ ചാനൽ ടാറ്റ കിട്ടുന്നാണ് കൊടുക്കല്, അല്ലാതെ എടുത്ത് നല്ല രാജ കൊടുക്കല്. സബ്സ്ക്രൈബേഴ്സ് കൊഞ്ഞളം കാട്ടാണോ നിങ്ങളോട്? നിങ്ങൾ ഇങ്ങോട്ട് കാട്ടിക്കോളൂ. കൈ കുത്തി. അപ്പൊ നമ്മളെ ഇന്നത്തെ വ്ളോഗ് എന്താന്ന് വെച്ചാല് ഇന്നിപ്പോ നമ്മളെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞില്ല കുഞ്ഞോളെ. കഴിഞ്ഞ് ഞങ്ങള് രണ്ടാളിപ്പോ ഫ്രീ ആയി. കുട്ടികളൊക്കെ സ്കൂൾക്കും പോയി. ഇപ്പൊ ഇനി ജിബ്രാൻ മാത്രമേ ഉള്ളൂ. ഓനെ അംഗൻവാടിക്ക് ആക്കണം കരുതി. പക്ഷെ എന്ന് ചിഞ്ചൊക്കെ ട്രിപ്പ് പോയതുകൊണ്ട് ഇപ്പൊ ഇനായ ഇല്ലാത്തതുകൊണ്ട് ഓനും പോയില്ല. അപ്പൊ ഇനി ഞങ്ങളെ കുഞ്ഞോക്ക് ഒരു പൂതി. അവള് വെറുതെ ചോദിച്ചത് നമുക്കിന്ന് ചോറക്കാൻ മടിച്ചിട്ട് നമുക്കിന്ന് സദ്യ കഴിച്ചാലോ ഒരു പൂതി. അപ്പോൾ വെറുതെ എറിഞ്ഞതാ സദ്യ കഴിക്കാൻ പോയാലോ. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു കയറിക്കോ വണ്ടിയിൽ കയറാൻ ഞാൻ എന്റെ ആഗ്രഹങ്ങൾ നടത്തി തരാത്ത പുതിയ അപ്പളാണെന്നില്ല വർത്താനം. ഇനി മേലാലും ഇനി പറയരുത് അവളോട്. അത് പറഞ്ഞ മാതിരി തന്നെ ഇഞ്ഞോള ഇനി പറയില്ല അല്ലേ? പറയോ? പറഞ്ഞ കോലും ഞാൻ തന്നെ നോക്കി ഗൈസ്. ഇപ്പോൾ ചെറിയ ഒരു ആഗ്രഹം കൂടിയല്ല, വെറുതെ പറഞ്ഞാൽ ചോറൊക്കെ മേടിച്ചു സദ്യ കഴിച്ചാലോ. അപ്പൊ തന്നെ ഞാൻ കയറിക്കോ പറഞ്ഞു. അതാണ് അൻഷമുനിക്കൽ എന്ന് പറഞ്ഞാല് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ചങ്ക് പറിച്ചു കൊടുക്കും, സ്നേഹിക്കുന്നവരുടെ ചങ്കിന് പിടിച്ച് ഞെക്കും അല്ലേ? അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ടിഷ ബേബി ഒന്ന് അടങ്ങി നിക്ക്. ടിഷ ബേബിയെ എനിക്കല്ലോ ഒരു 4 കൂട്ടം ഡ്രസ്സ് എങ്ങോട്ടേലും കൊണ്ടുപോകുമ്പോ എടുത്ത് എന്നിട്ട് പിന്നെ പൈപ്പ് മാറൂല. പൈപ്പ് മാറെങ്ങനെ ഇത് കുടിച്ച പാല് വയറ്റിക്ക് ഇറക്കുക, അല്ലാതെ അത് അണ്ണാക്കിൽ വെച്ചാണ് ഇങ്ങോട്ട് തന്നെ കൊട്ടലല്ല. അത് തൈരാകണത് എങ്ങനെ? പാല് അണ്ണാക്കിൽ വെച്ചാണ്ട് കേടാകുമ്പോഴാണ് തൈരാകണത്. ഇതെന്താ തൈര് മെഷീനോ? തൈര് മെഷീനാണോ? തൈര് കടയുണ്ടോ? പാല് തൈരാക്കി കണ്ട് മാറ്റുന്ന മെഷീനാണ്. അങ്ങനെ ആ ഒരു ബിസിനസ് തുടങ്ങണല്ലോ. ഈ ഛർദിക്കുമ്പോ ഒരു കുപ്പിക്കാക്കുവോ? എന്നിട്ട് തൈരാണ് വിൽക്കാനാ. ഇത്ര ദാരിദ്ര്യമുള്ള ആളുണ്ടാവൂല അല്ലേ? കട്ട തൈരല്ലേ? കെട്ട തൈര് ഓളതൊക്കെ അതാ. പേപ്പറേ പേപ്പർ പേപ്പർ ഇന്നെ കാണുമ്പോ കുട്ടിക്ക് ഒരു പ്രത്യേക അതിർപ്പാണെന്ന് എല്ലാരും പറഞ്ഞത്. കാണാത്ത കാണുമ്പോ കുട്ടി പേടിച്ചില്ല. പക്ഷെ ഇന്നെ കാണുമ്പോ ഓക്കറിയാം ഇങ്ങളോളെ വാപ്പയാണെന്ന്. ആ വാപ്പാനോള് അതിനെ കൊഞ്ചിച്ചാൻ നേരം വേണ്ട. ഫുൾ ടൈം എന്നെ കൊഞ്ചിച്ച് കുത്തിർക്കല്ലേ? ഫുൾ ടൈം ഇവളെ കൊഞ്ചിച്ച് കുത്തിർക്ക. പിന്നെ എങ്ങനെ എനിക്ക് കുട്ടിയെ കൊഞ്ചിച്ചാൻ നേരം ഉണ്ടാവണേ? പിന്നെ ഓള് ആരോളെ കൊഞ്ചിച്ചിട്ടില്ലാന്ന് കൊഞ്ചിച്ചിട്ടുണ്ടോ ഇല്ലെന്നില്ല. ഇപ്പൊ നിങ്ങക്ക് വീഡിയോ കാണുന്നവർക്ക് അറിയാലോ ഇപ്പൊ ഓളെ കൊഞ്ചിച്ചുണ്ടോ ഇല്ല എന്നുള്ളത്. 4 കുട്ടികളല്ലേ. അപ്പൊ പിന്നെ ഓളെ കൊഞ്ചിക്ക, ഞാൻ എന്നെ കൊഞ്ചിക്ക. ഓക്കെ, ഒരു വാപ്പാരെ സ്നേഹം ഒക്കെ ഇഷ്ടാണ് തന്നെ. ടിഷ പിച്ചിന് ഇഷ്ടാണോ? ആണോ ടിഷ ബേബിയാ? ഏറ്റവും ഇഷ്ടം ഇബ്രാഹിമിനോടാണ്. ഇബ്രാഹിമിനായിട്ട് എനിക്ക് അത് ബ്രൂനും അങ്ങോട്ടും അങ്ങനത്തെ. അബ്രൂനൊക്കെ ഉണ്ട്, പക്ഷെ അബ്രൂന് എടുക്കാൻ കഴിയൂലല്ലോ. ഇബ്രു പറഞ്ഞാലും എടുക്കുമല്ലോ. ഇബ്രുവിന്റെ ഒച്ച കേൾക്കുമ്പോ തന്നെ ഓളെ മുഖം കാണുമ്പോ അറിയാം. അബ്രു എടുത്തു കുട്ടീനെ താങ്ങി പിടിച്ചു കൊണ്ടുവരുന്നുണ്ട്. ഓന്റെ എത്ര വലിപ്പുണ്ടോളെ ബേബിയെ. അബ്രുവിനെ എടുക്കാനൊക്കെല്ലോ, വെറുതെ ഇരുന്ന് കൊടുക്കണ്ട. ഫ്ലെക്സിബിൾ ആണ്. ഓക്കെ, വേഗം ഒലിച്ചോണ്ടി. ഉമ്മച്ചിനെ മാത്രം എടുക്കാൻ ഡേഞ്ചർ സോണിലായ അവള് ഒലിച്ചില്ലേ? ഇബ്രുവിന്റെ അടുത്ത് ആവുമ്പോ സേഫ് സോണാണ് ഓള്. ഒലിച്ചൂല. പറഞ്ഞാലോ ഓള് ചിരിച്ചൂല. ഞാൻ ചെറുപ്പിച്ചനാണോ? ടിഷ്യ ഇങ്ങോട്ട് നോക്കടി. ആരാണ് കുട്ടിനെ കയറ്റിയത്? ഓ എന്തോ ഒരു ബലം പിടുത്തണ്ടല്ലോ കുട്ടിക്ക്. ഇപ്പൊ എന്താണ് പോലെന്നാ ഞങ്ങളപ്പോ ഇങ്ങനെ തുള്ളണ്ട ഓവറായിട്ടോ. അങ്ങനെ ഞങ്ങൾ സദ്യ കഴിക്കാൻ വേണ്ടിട്ട് എവിടെയാണ് എത്തിയിട്ടുള്ളത് ഞങ്ങളെ?
ഉടുപ്പി റെസ്റ്റോറന്റിൽ എത്തി. അല്ലാതെ ഉടുപ്പിയല്ല കേട്ടോ, കർണാടക ഉടുപ്പിയിലല്ല. എടാ ജിബ്രാനെ ഡാ സദ്യക്ക് ഛർദി ഡാ ഇങ്ങോട്ടോക്കെ. അനക്ക് ചോറ് വേണോ? ഞങ്ങൾ ഇറങ്ങിയാണ്, ഹോട്ടലിൽ എത്തിക്കണേ. വേണോ? എന്നാ വാ കേറല്ലെന്നാ ഇറങ്ങ്. പുറത്തിറങ്ങണേ. എന്നാ ഇറങ്ങ ജിബ്രാനെ, വേഗം ഒന്ന് വേഗം ഇറങ്ങിക്കജി. സദ്യ കഴിക്കണ്ടേ നമുക്ക്? സദ്യ കഴിക്കണ്ടേ? നടക്കുന്ന അപ്പൊ കേസ് നമ്മളിവിടെ ഉടുപ്പി, നിലമ്പൂർ ഉടുപ്പിയിലായിട്ടുള്ളത്. ഇതെന്താ? ചോരല്ല, സദ്യ. സദ്യ പറഞ്ഞ സദ്യ. അങ്ങനെ ഗൈസ് ഞങ്ങൾ സദ്യ കഴിക്കാൻ വേണ്ടിട്ട് പോവുകയാണ്. നമുക്ക് വേണോ? സദ്യ വേണോ? നമ്മക്ക് കിട്ടൂല. പല ഐറ്റം കൂട്ടാറുണ്ടായാലും നമ്മക്ക് അതിലൊന്നും കിട്ടൂല എന്ന് മനസ്സിലായോ? അപ്പൊ ഗൈസ് ഞങ്ങൾ കഴിക്കാൻ പോവാണ്. കാബേജ് ഉപ്പേരിയുണ്ട്, അവിയലുണ്ട്, തോരനുണ്ട്, പിന്നെ ഇത് എന്തോ കൂട്ടാനുണ്ട്, അച്ചാറുണ്ട്, പുളിഞ്ചുണ്ട്, പപ്പടുണ്ട്, സാമ്പാറുണ്ട്, കയ്പങ്ങുപ്പേരിയുണ്ട്. എന്താ പുളിശ്ശേരി അല്ലേ? എന്താ പറഞ്ഞേ? നോക്കണില്ല, വേറെ ചിന്ത. നേരത്തെ കണ്ടില്ല നാവൊക്കെ കിട്ടണാണ്. എനിക്ക് വേണോ? എന്നിട്ട് കുടിച്ചണോക്ക ഇബ്രാനെ കഴിഞ്ഞില്ലേ? വേത്തന്നേ മതിയോ? അങ്ങനെ എന്റെ ആ ആഗ്രഹം തീർന്നില്ല കുഞ്ഞോളെ. ഇനി പറയില്ലല്ലോ സദ്യന്ന്. ടിഷുവാ, ഒരാളൊരു കാര്യം തിന്നുമ്പോഴേ ചെറിയിലൊക്കെയാണ് ഇങ്ങനെ നാവും കൊണ്ട് ഓലപ്പോൾ പോകരുത്. ഈ ടിഷക്ക് ഔദന്റെ സ്വഭാവമായിട്ട് ഔദന അങ്ങനെയാണ്. ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ടൈം ഉണ്ടല്ലോ, അങ്ങനെ ചെറിയ പ്രായത്തിലുള്ളപ്പോ ഓനിക്ക് എല്ലാ ഫുഡും വേണമായിരുന്നു. ഓന് 6 മാസം 7 മാസം കഴിക്കാൻ ബ്രോസ്റ്റ് ഒക്കെ തിന്നല തുടങ്ങി. ആ ഒരു ശൈലിക്കാണ് ഇപ്പോഴും വരുന്നത്. വലുതാകുമ്പോ ഒന്നും തിന്നൂല കൊടുത്താല്. വെള്ള ഗ്ലാസ് ഇങ്ങനെ നോക്കണുണ്ട്, ഇങ്ങനെ നോക്ക. ഞാൻ നാവും നീട്ടി. സമയം എത്രയാടി? കുട്ടികള് വരാനായില്ലേ? പോക 3:15. ഒരു 3-4 മണിയാകുമ്പോൾ എത്തും. 3:15 3:23 നമ്മൾ ഉഴുന്നുവട വാങ്ങിക്കണം. ഉഴുന്നുവട, അതായത് നമ്മൾ ഉടുപ്പിത്തെ സ്പെഷ്യൽ ആണ് ഉഴുന്നുവട. നല്ല ഡ്രൈ ആയിട്ടുള്ള നല്ല രസം, നല്ല ക്രിസ്പിയാക്കാര. പണ്ട് അതായത് പൊതുവെ നമുക്ക് ഉഴുന്നുവട എന്തെങ്കിലും ഒരു ഇതില്ലാതെ തിന്നാവില്ല. പക്ഷെ ഇവിടുത്തെ ഉഴുന്നുവട വെറും കടിച്ചു മുറിച്ച് തന്നെ തിന്നല്ലേ. അതേമാതിരി അന്ന് കോടതി പഠിക്കാൻ നമ്മൾ നടന്നില്ല, ഇങ്ങനെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോയത്. നല്ല രസമുണ്ട്. പയറും വാങ്ങിക്കടി. ആ പയറും കൊണ്ടാ ഗൈസ്. അപ്പൊ ഞങ്ങളെ കുട്ടിയെ കുറച്ച് മാങ്ങ വാങ്ങിയിരുന്നിട്ടാണ് കയറിയത് കേട്ടോ. ഇവിടെ മധുരം ഉണ്ടാവില്ലടാ? മധുരല്ലേ തിരിച്ചോണ്ട് കേട്ടോ. അതായത് ഇവരെ സർവീസിന്റെ പ്രത്യേകത എന്താ വെച്ചാല് മാങ്ങ ഓല് ഇവിടെ നിന്നുണ്ടാവും. ഇക്കൊല്ലം ഈ ഭാഗത്ത് കൂടെ ഉണ്ടാവും. നിങ്ങള് പേരെവിടെ? ഗൈസ് എന്താ ടൈം നോക്കാണ്. ഞങ്ങള് വന്നിങ്ങനെ ഇറങ്ങുക അല്ലേ? ഇവരും കുട്ടികളും വന്നിങ്ങനെ കയറുക. ഏതാ ടൈമിങ്? അബ്രവിടെ ചോദിച്ചാനോട്. ഡോർ അടച്ച് ഇബ്രാഹിമേ.
രണ്ടാളും പോണോക്കാണ്. ഇന്നലെ എങ്ങോട്ടാ പോയിനിയെന്നാണ് അറിയാം ഓൽക്ക് രണ്ടാക്കും. ഇന്നലെ എങ്ങോട്ടാ പോയിനി? ഇബ്രാഹിമേ മാങ്ങണ്ട്, മാങ്ങ വാങ്ങിക്കണ്ടോ? തലയിൽ കൂടെ ഒന്നും ഇട്ടല്ലേ, തൂക്കി പിടി. ഇല്ല, അത് ഉമ്മച്ചക്ക് പൂജ അയക്കണ കൊണ്ടുവന്നു. അത് നിങ്ങക്ക് ഉണ്ടല്ലോ അവിടെ, കൊണ്ടുപോയി വെക്ക അവിടെ. അതിന് ഉഴുന്നുവാടിയും കൊണ്ടുവന്നിരുന്നു. അപ്പൊ അയറെടുത്താ ഡോറടക്കണടാ, വണ്ടി ഞാൻ വേഗം ഇതാക്കി ഇറങ്ങളോട് ഉമ്മേനെ ഫോൺ കൊടുത്ത അമ്മച്ചിന്റെ. ഇവനെ ഇറങ്ങാനായിട്ടില്ലേ, ഇറങ്ങിപ്പോടാ അവിടുന്ന്. അതാ എന്താണ്ടല്ലേ എന്റെ വിശേഷം? ഗേൾ ഫ്രണ്ടിന് സുഖല്ലേ? കാണാൻ പോലെ വന്നിനിയാ? 4 ഫ്രണ്ടിനെ കിട്ടിയോ? എല്ലാവർക്കും തന്നെ ഇഷ്ടാ? എന്താണ് പറയല്? ആൺകുട്ടികളോ പെൺകുട്ടികളാ ഉണ്ടോ? എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ഏത് ഫ്രണ്ടിനെ? വിളിച്ചാതെ പറയും. ബാങ്ക് കൊടുക്കണ്ട്. അങ്ങനെ ഗായ്സ്, ഇന്ന് നമ്മളെ ഐഷമ്മ വിരുന്ന് കണ്ടോ. എന്താ വർത്താനോ? സുഖല്ലേ? മാമുന്നോ? എന്ത് ഉഴുന്നുവട ഉണ്ടെന്നീ ഞങ്ങള് പോന്നപ്പോ. ഇബ്രാഹിം വന്നോ? ഉഴുന്നുവട ഇബ്രാഹിം വന്നോ? അവിടെ സൗണ്ട് കുറച്ച ടിവിന്റെ. എന്താണ് ആർക്കാ ഗുളിക? ആ ശക്തിയോ? എന്താണ് ഓനിപ്പോ ഒരാളൊപ്പം നിൽക്കുമ്പോഴാണ് ഗുളി കുടിച്ചാല്. നിങ്ങൾക്കൊക്കെ ഗുളികൊക്കെ അപ്പൊ കച്ചറ. മറ്റേ ആശാ വർക്കർ നിൽക്കണേ, ആ കാൽസ്യത്തിന്റെ ഗുളിക. ആ കാൽസ്യത്തിന്റെ ഗുളിക പറഞ്ഞാല് അതിനൊക്കെ തന്നെയാണ്. പല്ല് വരാനോ? വിളിക്കാനോ? അത് തേച്ചാ മതി. പിന്നെ അത് മുട്ടായി നിന്നിട്ടാണ് അതിന് പുതിയ പല്ല് വരുമ്പോ ക്ലിയർ ആവും. സൗണ്ട് കുറച്ചോടാ മൊബൈലിന്റെ. എവിടെ ഇപ്പൊ എന്നിട്ട്? ഇപ്പൊ വന്നിട്ടില്ല, അവിടെ പരിയിലുണ്ട്. എവിടെ ഒരു ഉഴുന്നുവട കിട്ടും കുഞ്ഞോളെ? 10-12 ഉഴുന്നുവട വാങ്ങിയിട്ട് ഒരു ഉഴുന്നുവട എന്നാ മനസ്സിലാ നിങ്ങൾക്ക് ഒരു ഉഴുന്നുവടാന്ന് പറഞ്ഞാണ്ട് തന്നു. അന്റെ ശക്തിയുള്ള ആളെ കുടുങ്ങിയ മനസ്സിലാ. ടിഷ ബേബിക്കാണോ ഉഴുന്നുവട? ടിഷ ബേബിയെ ഞങ്ങൾക്ക് പനിയാണ്. എന്താ പിന്നെ കുട്ടിക്ക് പറ്റിയത് ഇങ്ങനെ പനിച്ചാന്? അയ്യോ അല്ല, എന്നാ ഒന്ന് വെച്ചെടുത്താണിമ്മ. ഇരിക്കി ഇരുന്ന് കണ്ട്. പതുക്കെ പതുക്കെ നേതക്കല്ലേ ഉമ്മച്ചിക്ക് കാണിച്ചു കൊടുക്കട്ടെ ഇറങ്ങാണ്ട് കൊണ്ടുവന്നത്. ദിശ അത് നൊലോളിച്ചാത്ത നൊലോളിച്ചോണ്ട് തടി കഴിച്ചിട്ടാണെങ്കിൽ നൊലോളിച്ചോണ്ട് വേഗം. ജിബ്രാനെ കൊടുക്കല്ലേ? ജിബ്രാനെ കൊടുക്കണ്ട. ഞാൻ എവിടെ ഉഴുന്നെവിടെ? ഉഴുന്ന് വട അങ്ങ് പഠിച്ചാനൊന്നുമില്ലടാ. പഠിച്ചു തോന്നാൻ പറ്റേ? ഇഞ്ഞോടൊക്കെ വല്യപ്പ അങ്ങനെ പറയുന്നത് പഠിച്ചു തോന്നടാന്നാ പറഞ്ഞിന്. പഠിച്ചു മതിക്കാ. നിങ്ങളൊക്കെ തന്നെയല്ലേ പറഞ്ഞു പഠിച്ചോന്ന്.
ഹോംവർക്ക് ഉണ്ടെന്ന് വെച്ചിരുന്നത്. എന്താണ് ഹോംവർക്ക്? അവന്റെ ഹോംവർക്ക് എന്നിട്ട് എന്താ ചെയ്യാത്ത ബ്രൂനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഹോംവർക്ക് ഒന്ന് ചെയ്ത് കൊടുക്കാം. മറ്റെന്താ ഇവന്റെ ഹോംവർക്ക് ഹോംവർക്ക് കുട്ടി ചെയ്തു. എന്നിട്ട് എന്താ ടീച്ചർ കുടിച്ചേ ടീച്ചറാ മാം എന്താ ഓലമ്മച്ചെന്താ വീഡിയോ തൊപ്പൊക്കെ എടോ വിഴുന്നേ ഗായ്സ്. അപ്പം ഞാനേ ഫുട്ബോൾ കളിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ലൈറ്റായിട്ട് നോക്കാണ് ഒരു ഉഴുന്നുപാട് കുറച്ച് ബീഫും കഴിക്കാണ്ടിട്ട് വയറ് കത്തി കളിയിട്ട് വന്നതാട്ടോ. ഉച്ചക്ക് സദ്യ കഴിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഉടുപ്പിൽ തന്നെ വാങ്ങി ഉഴുന്നുപാടുണ്ട്, കുറച്ച് ബീഫ് ഉണ്ടാകും കഴിക്കട്ടെ കേട്ടോ. കൊതി കൂടരുത് ഗായ്സ്, കാരണം വയറല്ലേ തന്നെ ചാടിക്കണം. നിങ്ങൾ കൊതി കൂടിയാണ്ട് വീർത്താലേ അത് മതിയാവും. പിന്നെ ഇവളൊക്കെ ഞിട്ടറിന് പോകാൻ അല്ലേ? അതെ ഞാൻ പറയാം, കൊതി കൂടി വയറ് വീർക്കും. അതായിട്ടാണ് പൊതുവെ ഉഴുന്നുവടയ്ക്ക് വെജാണ് കൂടുതൽ. സാമ്പാർ ചട്ടിനിയൊക്കെയാണ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ചമ്മന്തി. പക്ഷെ ഞങ്ങളുടെ ഇതെന്ന് പറഞ്ഞാൽ വെറൈറ്റി ഐറ്റംസ് ആണ്. എന്താ ഉഴുന്നുവട എന്താ അവസ്ഥ? സൂപ്പർ. ആരാ വന്നിക്കണത്? പപ്പ വന്നിക്കണില്ലേ? ഓട്ടോറിക്ഷ സൈഡാക്കാൻ വേണ്ടി പോകാനാണ്. കാറ് വില ഇങ്ങനെ ഇട്ടിക്കണേ നീ കാക്കു. എനിക്ക് അടി കിട്ടിയോ? ചീത്ത കിട്ടിയോ അപ്പച്ചിൻ്റെ ഒക്കെ? ടിഷ അല്ല ജിംറാന് ടിഷ എന്നിടാ എന്നെ ഞാൻ. ചീത്ത കിട്ടി എനിക്ക്? നോട്ടെ ഇങ്ങോട്ട് നോക്കട്ടെ, മുഖം ഒന്ന് നോക്കട്ടെ. പാവലേ, നോക്കട്ടെ. ഓ പാവേ, എനിക്ക് കാക്കുൻ്റെ ഒക്കെ ചീത്തട്ടിക്കറ് പിത്തനാട്ടിട്ട്. എന്താ നേരം വൈകിയത് ഇപ്പ? മാൻപാക്കുൻ്റെ അടുത്തോ? പെരീക്ക് പോയിട്ടില്ലേനി? പെരീക്ക് പോയിട്ടില്ല ഞങ്ങള്? ഗൈസ് ഇതാണ് ഇവിടെ ഏറ്റവും വലിയ കോമഡി. ഇപ്പം വായിച്ചാണ് വായിച്ചാ ആ പാടം ഒന്നാന്നൊക്കെ ചോദിച്ചു. അവന് പാടം ഫുള്ള് അറിയോന്. അപ്പൊ എന്താ ഫുള്ള് കാണാതെ പഠിച്ചിട്ടാണേ. പാഠം ഒന്ന് വീട്ടു വിശേഷം. അമ്മ അതുണ്ടാക്കി അമ്മുവിന് മാവിന് കൊടുത്തു. അത് കഴിഞ്ഞ അച്ഛൻ അവരെ ആനയെ കളിക്കാൻ കൊണ്ട് അമ്പോ ആനക്കെന്തൊരു വലിപ്പം. അവ കാണാതെ പഠിച്ചിട്ടാണ്. വായിച്ചാനും എനിക്ക് അറിയില്ല. ഇവിടെ ഒരു ഇതൊന്ന് ഇതായിക്കാ. എൻ്റെ അമ്മ അടണ്ടാക്കി ഞാൻ തിരികെ തരാം. ഇതൊന്ന് വായിച്ചാ വായിച്ചേ. ആ അമ്മ വായിച്ചേ. അതൊക്കെ അതില് പറഞ്ഞ അക്ഷരങ്ങളാണ് പഠിക്കണ്ടേ. ആ പഠിച്ചോ? എന്നിട്ട് ഞാൻ തോൽപ്പിക്കോ ജി? ഉറപ്പാ? ഉറപ്പല്ലേ? അക്ഷരങ്ങൾ ഫുള്ള് പഠിച്ചാല് കുട്ടിനെ മേത്തല്ലേ. അക്ഷരങ്ങൾ ഫുള്ള് പഠിച്ചാല് എനിക്ക് അതിന് സമ്മാനം തന്നെ. തോക്കട നിങ്ങൾ ടി വിമ്മ തട്ടിച്ചു. പക്ഷെ തട്ടിയാലോ? അങ്ങനെയൊന്നുമില്ല. ഉമ്മച്ചില്ലേ ഞാൻ രാത്രി ഉറങ്ങിയപ്പോ. ഇത് ഉറങ്ങിയപ്പോ ഞാൻ എന്റെ കാൽമേലൊക്കെ ഉമ്മ വെച്ചിട്ട് ഞാൻ വേദനിപ്പിച്ചാലൊന്നുമില്ല. പതുക്കെ. എനിക്കത് വരുത്തേക്കണോ? എന്താണോ ഇല്ലട്ടോ ഇബ്രാഹിം നോണ പറയണ്ട. അതിന് തച്ച് ഞാൻ അതിനെന്തിനാ ചോദിച്ചു നോക്കി. ഓന് ചെറിയ കാര്യത്തിന് കാരണം എന്റെ വലിയ കുട്ടിയല്ലേ. അങ്ങനെയല്ല, എന്റെ വലിയ കുട്ടിയാണ് ഓന്. ഓനൊക്കെ സങ്കടപ്പെട്ട് കരയാറിഞ്ഞാൽ അത് ചെറിയ വിഷയത്തിന്. അപ്പൊ ജീവിതത്തിൽ എല്ലായിടത്തും കരയേണ്ടി വരും. ഓനിപ്പോ ഈ കരച്ചിലൊക്കെ നിർത്തി നല്ല സ്ട്രോങ് ആയിട്ട് നിന്നാലും മാത്രമേ ഓനക്ക് ഈ കുടുംബമൊക്കെ നല്ല സൂപ്പറായിട്ട് നോക്കാൻ കഴിയുള്ളൂ.
അന്ന് വൈകുന്നേരം ഞാൻ ചായക്കട എന്തെങ്കിലും കൊണ്ടുവരാൻ പറഞ്ഞപ്പോ കാക്കു മടക്ക് കൊണ്ടുവന്നേ തിന്നിയില്ല ഇബ്രാഹിം. അത് പറഞ്ഞു ഉയർന്നാണ് പിന്നെ ഞാൻ എന്താ വിളിച്ചു ചോദിച്ചു നോക്കി ഓൻ അടിയിട്ട് എന്താ വിളിച്ചു ചോദിച്ചു നോക്കി അത് പറഞ്ഞു കൊടുക്ക്. പക്ഷെ ഞാൻ വിളിച്ചെന്താണ് പറയും അത് പറയും കണ്ടോ കാട്ടിയാലും അങ്ങനെയൊന്നും പറയരുത് മുട്ടി അങ്ങനെ പറയാൻ പാടില്ല കേട്ടോ. ഒരിക്കലും പടച്ചനെ എന്താ കാട്ടുകാരോ അങ്ങനെ വിളിച്ചാല് പക്ഷെ വിളിച്ചിനെ എന്താ കാട്ടുകാരോ ഇവിടെ ഇതാക്കണേ എന്തൊരു ഡീസന്റ് ആണ്. ഓ കുട്ടികളെ എന്തൊരു ഡീസന്റ് ആണ് എന്റെ കുട്ടികള്. ആ ഓ കുട്ടിക്ക് പനിയാണെന്നേ അല്ലേ. കിരി പാമ്പുകൾ എന്താ കളിച്ചണത്? ഏ എന്ത് ഏത് നണിച്ചല്ലേ നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കാട്ടൂലേ ഇപ്പൊ നല്ല ഞാനൊക്കൊന്ന് പേറുട്ടാന് മൊബൈലുമൊക്കെ വന്നാ നാലോണം കിട്ടുവാനൊക്കെ കേട്ടോ. എന്ത് ആരെ എനിക്ക് ജീവിച്ചണ്ട ജീവിതം അടുത്തോ? അതെന്തിന് ഞാൻ എന്നെ തല്ലാതെ വളർത്തട്ടെ. എന്തിനാണ് തല്ലണ? എന്തിനാണ്? വെറുതെ അല്ലല്ലോ. അല്ല 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 വേണ്ടാത്തരം കാട്ടി അന്ന് ഒഞ്ചടുത്തേക്ക് വന്ന കോലം കണ്ടത് ആയിക്കോട്ടെ. പക്ഷെ ഓനോട് നല്ല വാങ്ങിക്കൊടുത്താ ഇത് എന്നിട്ട് പറഞ്ഞു ആരും വാങ്ങിക്കൊടുത്തോലെ പറയണത് എന്നൊക്കെ പറയണ്ടത് ചിഞ്ചേ. കാരണം അങ്ങനത്തെ സാധനം വാങ്ങിക്കൊടുത്ത് കച്ചവടം ശരി ഓളെന്തെങ്കിലും ഒന്ന് മേടിച്ചോണ്ട് വെച്ചാൽ മൂന്നാൾക്ക് ഒരാൾക്ക് മേടിച്ചോണ്ട് വിചാരിച്ച് മൂന്നാൾക്ക് കൂടി കൊടുന്നു കൊടുത്തത്. അല്ലാതെ ഇപ്പൊ ഒരാൾക്ക് ഒറ്റക്കല്ലേ കൊടുന്നു കൊടുക്കുന്നത്. എന്നിട്ട് ഇപ്പൊ എന്തെങ്കിലും നോലോളിച്ചപ്പോ ഓനെ ഒന്ന് കൊടുത്തതാണ് കളിച്ചാൻ കൊടുത്തത്. ഇവർക്ക് എന്താ ഒരു സാധനം വാങ്ങിക്കൊടുക്കാൻ ബർത്ത്ഡേ അല്ലേ വിചാരിച്ചു. ഞാനൊക്കെ അറിയാം എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ ഇവർക്ക് വാങ്ങിക്കൊടുക്കല്. എന്തൊക്കെ ആ പൈസ കൊണ്ട് ഞാൻ എങ്ങനെ ഉണ്ട് പരിപാടി? തിന്നാവുമ്പോ തന്നെ പോലെ കളിപ്പാട്ടൊന്നും വേണ്ടല്ലോ. ഇപ്പൊ മറ്റോ കമ്പ്യൂട്ടർ എടുത്തുകൊണ്ട് വെച്ചു മൃഗം അതെ. നിങ്ങൾക്ക് ആ പുല്ല് കൂടെ കാടാണ് ഇറങ്ങണ മൃഗങ്ങളെ അതിലെ കൊണ്ടേക്കാണ്ട് കളിച്ചൂടെ? ഇതിങ്ങനെ ടീച്ചറിനെ കളിപ്പിച്ചാൻ തിരക്കടില്ല. ആ മൃഗങ്ങളെയൊക്കെ കളിച്ചോ? അല്ല ജോളിങ്ങനെ കളിപ്പിച്ചോ? ആ മൃഗങ്ങളൊക്കെ ഇതാക്കിയാണ് അതിലൊക്കെ പോയി കളിച്ചോ? എന്തിന്? എന്തുണ്ട്? ഉറപ്പാ? ഞാനൊരു വിലക്ക് കൊണ്ടുവന്നില്ല, തോക്കും കൊണ്ടുവന്നില്ല. തോക്ക് വേണ്ടല്ലോ. അതെന്താണ്? അതെന്താ? അതൊന്നും നമുക്ക് വേണ്ടല്ലോ. ഉറപ്പല്ലേ? ഓക്കെ ജിബ്രാനും എടുത്തോളൂ കേട്ടോ. ജിബ്രാന് സന്തോഷമായിരിക്കും. കൊടുത്തോളാം കൊടുത്തോളാം ഒക്കെ കൊടുത്തോളാം. അതൊക്കെ കൊടുത്തോളാം. എങ്ങനെയാ കണ്ടതാണ് അത്? പക്ഷെ ഞാൻ അൻസിതാനോട് പറഞ്ഞാണ് ഞാൻ വാങ്ങിച്ചു എൻ്റെ അടുത്തുനിന്ന്. അപ്പള് വാങ്ങിത്തരാനുള്ളത് എല്ലോ എന്റെ ബാഗ് ആരാ വാങ്ങി തന്നെ, എന്റെ ബുക്ക് ആരാ വാങ്ങി തന്നെ, എന്റെ വലിപ്പോണ് ഒരു ഉമ്മ നല്ല പോലെ കൊണ്ടുവന്ന ഇബ്രാഹിം. യു യു എന്നെ ഇഷ്ടമാണെങ്കിൽ കൊണ്ടാ കുറച്ച് തോനെ ആ ഓൻക്കൂല അനക്കൂല. ആ ആയിക്കോട്ടെ. ഇതാണ് കേടെടുത്താലേ ചേറ്റ സ്നേഹമുള്ള കുട്ടിയാണത്. മൂക്ക് കുത്തി ഓനൊരു മൂത്തത്തെ
കൂത്തട പേരും വേദന ബ്രൈഡ് വെറുതെ നോലോളിച്ചല്ലേ ചെറിയ കാര്യം വലിയ കാര്യത്തിന് ഉറപ്പാ ഇനി നാളെ തന്നെ എന്തെങ്കിലും പറഞ്ഞു വരരുത്തിട്ടോ ഇപ്പച്ചി എനിക്കത് വേണത് വേണമെന്ന് ചാർട്ട് പേപ്പർ മറ്റേത് സ്കൂൾക്കുള്ള കളറ് ആരെ പൈസ ആരെ കൊടുക്കുക ആയിക്കോട്ടെ പൈസ അതിനാരെ ഫോണാണ് ഫോണൊന്നും ഞങ്ങൾക്കില്ല അക്കെ ഇഞ്ചതാണ് നാളെ മുതൽ തൊടാൻ പറ്റൂല മനസ്സിലായോ മോനെ തൊടരുത്തിട്ടോ ഉറപ്പല്ലേ അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോയുടെ കയ്യാണ് അപ്പൊ ഞാൻ മുതൽ ഇബ്രു ഒന്നും ഇഞ്ച് സാധനങ്ങളൊന്നും എടുക്കൂല എന്നാണ് പറഞ്ഞിട്ടുള്ളത് നാളെ മുതൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ അവൻ എന്തൊക്കെ എടുക്കണത് എന്നുള്ളത് നമ്മ പോയി കാണാൻ ഭക്ഷണം കഴിച്ചോളി അപ്പൊ ഗൈസ് ഇവിടെ മകൾക്കുള്ള ഫുഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉഴുന്നുവട ചപ്പാത്തി ബീഫ് ഒക്കെ റെഡിയാണ് അപ്പൊ ഒരു കഴിക്കട്ടെ ഗൈസ് അപ്പൊ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും എല്ലാവർക്കും I love you